പ്രകൃതി കനിഞ്ഞു നൽകിയ വരദാനമാണ് കാണുന്നത്. പ്രകൃതി എന്നും വിസ്മരിപ്പിക്കാറുണ്ട് നമ്മൾ. ഈ കണ്ടുകൊണ്ടിരിക്കുന്നതും മറ്റൊരു വിസ്മയം തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, പ്രകൃതിയിലേക്ക് മടങ്ങൂ എന്നൊക്കെ പറയണ പോലെ മനുഷ്യൻ പ്രകൃതിയുടെ പിന്നാലെ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി നമ്മളുടെ പിന്നാലെ നടക്കുന്നെന്ന് പറയാം. നമ്മൾ പറയുന്ന പോലെ നമ്മൾ ഈ ദൈവനിർമ്മിതങ്ങളായിട്ടുള്ളതൊക്കെ ഭൂമിയിൽ അലിഞ്ഞു ചേരാറുണ്ട്. അതായത് മനുഷ്യനിർബന്ധമായിട്ടുള്ള ഈ പ്ലാസ്റ്റിക് മുതലായവയാണ് ഭൂമിയിൽ അലിഞ്ഞു ചേരാത്തത്. ദൈവം നിർമ്മിച്ച, അല്ലെങ്കിൽ അറിയാലോ, മറ്റുള്ളതെല്ലാം അലിഞ്ഞ് ചേരാതെ നിൽക്കുകയാണ് ചെയ്യുക. അങ്ങനെ ഭൂമി മലിനമാകും. അതാണ് ഇന്ന് കാണുന്ന ഒരു പ്രതിഭാസം. ഈ കടലിൽ നിന്നും നമുക്ക് ഒരുപാട് ടൺ കണക്കിനാണ് മാലിന്യം വരുന്നത്. ഈ മാലിന്യം ഈ ഭൂമിയിൽ നിന്നും പുറത്തു പോകുന്നില്ല. അതിന് നമുക്ക് അതിനുള്ള സംവിധാനങ്ങളുടെ ഒരുപാട് കുറവുകളുണ്ട്. പിന്നെ നമ്മൾ പറയുന്ന പോലെ ഈ പ്രകൃതിയെ നിലനിർത്തണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഈ വിഷ്വലുകളൊക്കെ നമ്മളിപ്പോൾ നേരത്തെ പാടിയ കുട്ടി, അല്ലെങ്കിൽ ഇപ്പോൾ അവരൊക്കെ നമ്മളാദ്യം പറയുന്ന പോലെ ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ സംസ്വാദ്യമോ, ഇനി വരുന്നൊരു വലിയ ഒരു ബാസൊക്കെ ഇട്ടിട്ട് ആ ഗാനം നമ്മൾ പാടുമ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നാളത്തെ വിഷയങ്ങൾ അത് നമ്മളുടെ കൈകളിൽ തന്നെയാണ് സുരക്ഷിതമായിരിക്കുന്നത്. ഇപ്പോൾ ഈ തൃശ്ശൂർ ശക്തനിലായാലും ഇവിടേക്ക് ഈ അലഞ്ഞു തിരിയുന്ന പശുക്കളിലും ഒക്കെ ഇതുപോലെ, അല്ലെങ്കിൽ ഇപ്പോൾ ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടാണ് ഇവരെല്ലാം, ഈ മൃഗങ്ങളൊക്കെ മരണപ്പെടുന്നതും ഇതൊക്കെ. അപ്പോൾ കൂടുതലായിട്ട് ഞാൻ പറഞ്ഞിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഞാനിത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞില്ലെങ്കിൽ അതൊരു സുഖമാവില്ലല്ലോ എന്നുള്ളത് കൊണ്ടും പറഞ്ഞ് നിർത്തുകയാണ്. ഓക്കെ, താങ്ക് യു. ചിമിനി.